അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകളും ഫോട്ടോകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇന്നലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം 5 മിനിറ്റ് മുമ്പ് എടുത്ത ഒരു സെൽഫിയാണ്. ഭർത്താവ് ലണ്ടനിലേക്ക് ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരുന്നു. 6 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം എല്ലാം റെഡിയാക്കി. ഭാര്യയാണെങ്കിൽ ഡോക്ടറാണ്. നാട്ടിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇരട്ട കുട്ടികളായ 2 മക്കളെ നോക്കുക. അതുപോലെ ഒരു പെൺകുഞ്ഞ് നോക്കുക. അവരുടെ മുഖത്തുള്ള ആ ചിരി വെറും 5 മിനിറ്റ് കൊണ്ടാണ് എല്ലാം തകിടം മറിഞ്ഞു പോയത്. അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം കത്തിക്കരിഞ്ഞു പോയി. ആ കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരി നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട്, മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ആ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ഞങ്ങളുടെ അവസാനത്തെ ചിരി ഞങ്ങൾ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മളുടെ തന്നെ കേരളത്തിലെ രഞ്ജിത എന്ന ഈ ഒരു സഹോദരി 2 മക്കളാണ്. ഒന്ന് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടിയും അതുപോലെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയും. ആ വിവാഹമോചിതയാണ്. അമ്മയ്ക്കാണെങ്കിൽ ക്യാൻസറും. ഈ സഹോദരിയുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ ആ സ്വന്തമായ ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം, അത് പൂവണിയാൻ എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. ലണ്ടനിലേക്ക് അവിടെ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് വന്നിട്ട് കേരളത്തിൽ സർക്കാർ ജോലിയിൽ ജോയിൻ ചെയ്യണം, വീട് കുടി വെക്കണം, മക്കളോടൊപ്പം ജീവിക്കണം എന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് രഞ്ജിതയും ആ ഫ്ലൈറ്റ് കയറിയത്. പക്ഷേ അവിടെയും വിധി മറ്റൊന്നായിരുന്നു. വെറും 5 മിനിറ്റ് കൊണ്ട് എല്ലാം നശിച്ചു. ഇത് വെറും രഞ്ജിത അല്ലെങ്കിൽ ആ സഹോദരന്റെ കഥകളല്ല. നമ്മൾ ഓരോരുത്തരുടെയും കഥകൾ ഇങ്ങനെയാണ്. അവരങ്ങനെ വരിച്ചെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അടുത്ത നിമിഷത്തിൽ നമ്മളുടെ മരണം എന്ന് ആരും പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും അടുത്ത നിമിഷം നമ്മളെയും കാത്തിരിക്കുന്നത് മരണമാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടിട്ടും ഒരുപാട് വർഷങ്ങളെ എന്താവും, മക്കളെന്താവും, വീടെന്താവും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിന് പകരം അടുത്ത നിമിഷം ഞാൻ ഇവിടുന്ന് മരണപ്പെട്ടാൽ എനിക്ക് സ്വർഗമാകുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലൊരു മനസ്സോടെ അവിടെ പോയി വിജയിക്കണം. എൻ്റെ ഉദ്ദേശം പരലോകമാകണം. അള്ളാഹുവിൻ്റെ അടുക്കലാണ് യഥാർത്ഥ ജീവിതമുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അന്ന് യഥാർത്ഥ ബോധ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ രാവിലെയായാൽ വൈകുന്നേരമായാൽ രാവിലെയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ മാത്രമേ ജീവിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വർഷത്തെ വൈകുന്നേരത്തെ വിട്ട് ഒരുപാട് വർഷത്തൊക്കെ സ്വപ്നം കണ്ട് നമ്മൾ അത് കെട്ടിപ്പിടിക്കാനും പാരവെക്കാനും അതുപോലെ അഹങ്കരിക്കാനും മറ്റുള്ളവരെ ഇങ്ങനെ ചിന്തിച്ച് നമ്മളുടെ ജീവിതം കളയുകയാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അടുത്ത നിമിഷം ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പോകില്ല, നമ്മൾ ഒരാൾക്ക് പാരവെക്കാൻ പോകില്ല, നമ്മൾക്ക് അസൂയ വെക്കാനോ അഹങ്കരിക്കാനോ നമ്മൾക്കൊന്നിനും സമയം കിട്ടില്ല. അടുത്ത നിമിഷം ഞാൻ മരിച്ചാൽ എനിക്ക് നല്ല രീതിയിൽ കബറിൽ കിടക്കണം, എനിക്ക് നല്ല രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല. എത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടായാലും, എത്ര എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുകൾ ഉണ്ടായാലും, എത്ര വലിയ ഫ്ലൈറ്റിൽ പോയാലും ഒരു നിമിഷം മതി. നമ്മളുടെ മരണസമയം വന്ന ഒരൊറ്റ നിമിഷം മതി. ആ വിധി വന്നാൽ, നമ്മൾ അവധി വന്നാൽ തീർന്നു. അതുകൊണ്ട് നമ്മൾ അഹങ്കാരമെല്ലാം വിട്ട് നമ്മളെല്ലാവരും മരണത്തിന് ആലോചിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുക. മരണപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.